മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബി ഗോപകുമാർ MLA ഫോണിൽ വിളിച്ച് വധഭീഷണി നടത്തിയിട്ടുള്ള പ്രതിയെ ഉടൻ കേരള പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ജില്ലയിൽ ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ BJP വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി കഴിഞ്ഞു. നമുക്കതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് മലയാളികൾ ചർച്ച ചെയ്യണം. ഈ വധഭീഷണി വന്ന അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഗോപകുമാർ അന്താരാഷ്ട്ര തീവ്രവാദിയാണ് മധരി എന്ന് പറയുന്ന പരാമർശത്തെ സഭയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മധരിയുടെ പാർട്ടിയായിട്ടുള്ള PDPയുടെ നേതൃത്വം സഭ ഉദ്യോഗസ്ഥ ആളുകളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. PDP കേരളം അവരുടെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മധരിക്കെതിരെ അപകീർത്തി പരാമർശം. സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും PDP പരാതി നൽകി. തിരുവനന്തപുരം ചാത്തന്നൂർ MLAയും BJP നിയമസഭാ കക്ഷി നേതാവുമായ ബി ഗോപകുമാർ നിയമസഭാ സമ്മേളനത്തിൽ PDP ചെയർമാൻ അബ്ദുൽ നാസർ മഹ്ദനിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് PDP സംസ്ഥാന കമ്മിറ്റി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നിയമസഭാ സെക്രട്ടറിക്കും പരാതി നൽകി. അന്താരാഷ്ട്ര തീവ്രവാദിയായ മഹ്ദനിക്ക് വേണ്ടി പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരള നിയമസഭ എന്നായിരുന്നു പരാമർശം. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരാമർശത്തിനെതിരെ സഭയിൽ പ്രതിഷേധിച്ചിരുന്നു. അന്യായ തടവറയിൽ ജാമ്യവും പരോളും ചികിത്സയും നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ മഹ്ദനിക്ക് മാനുഷിക പരിഗണന നൽകണമെന്നാവശ്യപ്പെട്ടാണ് 2006 നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത്. വർഗീയ വിദ്വേഷം ലക്ഷ്യം വെച്ച് BJP അംഗം സഭയിൽ നടത്തിയ പരാമർശം മഹ്ദനിയെ അപകീർത്തിപ്പെടുത്തുന്നതും കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയെ അപമാനിക്കുന്നതുമാണെന്നും പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത്. മധനിയുടെ പാർട്ടി സഭയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആളുകളെ നിയമസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയ ഫോട്ടോ ഉൾപ്പെടെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിയമസഭയെ അപകീർത്തിപ്പെടുത്തുക, വർഗീയ ബി ഗോപകുമാർ എന്താണ് വർഗീയപരമായിട്ട് പറഞ്ഞിട്ടുള്ളത്? ബി ഗോപകുമാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര തീവ്രവാദി മധരെ. അതിൽ ബോധമുള്ള ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എന്റെ ലളിതമായ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇവിടെ UDF LDF ഒക്കെ ഈ കാലഘട്ടത്തിലാണല്ലോ മധനിക്ക് വേണ്ടിയിട്ട് വലിയ പ്രമേയം പാസാക്കലും അതേപോലെ തന്നെ BJP അംഗം പറഞ്ഞതിനെതിരെ UDF LDF പ്രതിഷേധിച്ചു എന്നൊക്കെയാണ് PDP പറയുന്നത്. ഇതേ UDF LDF തന്നെയല്ലേ ഈ മധനിയെ തീവ്രവാദിയാക്കിയത്? ലളിതമായ ചോദ്യ. ഈ തീവ്രവാദി ആയതിലെ പ്രധാനപ്പെട്ട ആദ്യ കാരണം എന്ന് പറയുന്നത് മധരി ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. രണ്ടാമതായിട്ട് UDF LDF തന്നെയല്ലേ BJP ആയിരുന്നു മധനിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രാജ്യം ഭരിച്ചത്, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളം ഭരിച്ചത്? കേരളം എന്തെങ്കിലും BJP ഭരിച്ചിട്ടുണ്ടോ? UDF LDF ഭരിക്കുമ്പോൾ തന്നെയല്ലേ മധനിയെ അറസ്റ്റ് ചെയ്യുന്നതും സോഡന കേസിൽ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ തന്നെ. അല്ലാതെ BJP ആയിരുന്നു കേരളത്തിൽ ഭരിച്ചത്? ലളിതമായ ചോദ്യ. BJP ആയിരുന്നു കേരളം ഭരിച്ചത്? അല്ല. ഈ പറയുന്ന UDF LDF തന്നെയല്ലേ ഈ പറയുന്ന മധനി അറസ്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ചതും ചെയ്തതൊക്കെ. അപ്പൊ എങ്ങനെയാണ് മധരി ഇപ്പോ ഇതൊന്നുമല്ല എന്ന് പറയുന്നത്? അതാണ് കേരളത്തിലെ രാഷ്ട്രീയം വലിയ രീതിയിൽ മാറി മറിയുന്നു. പലർക്കും വേണ്ടിയാണ് ഇപ്പൊ കേരളത്തിൽ UDF LDF ഇപ്പോ പണിയെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നല്ലേ ബോധമുള്ള ആളുകള് തിരിച്ചറിയേണ്ടത്. PDPയുടെ അവരുടെ പ്രൊഫൈലിൽ കൃത്യമായിട്ട് അവർ പറയുന്നു അന്താരാഷ്ട്ര തീവ്രവാദി മധനി എന്ന് BJP പറയുന്നത് എന്തോ വർഗീയ ശ്രമമാണ് എന്നൊക്കെ. ഇതൊക്കെ ബോധമുള്ള വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണോ? യഥാർത്ഥ ബോധമുള്ള ഏതൊരു ഭാരതീയനും രാജ്യത്തൊരു സോഡന കേസിൽ പ്രതിയായിട്ടുള്ള ആളെ തീവ്രവാദി എന്നല്ലാതെ പിന്നെ തേങ്ങയാ വിളിക്കേണ്ടത്? അറസ്റ്റ് ചെയ്തതും ഇപ്പറയുന്ന UDF LDF ഒക്കെ ഭരിക്കുന്ന കാലത്തും അല്ലേ, അല്ലാണ്ട് BJP കേരളം ഭരിക്കുന്ന കാലത്തൊന്നും അല്ലല്ലോ. ലളിതമായ ചോദ്യ. അപ്പൊ സകല ആളുകളും തിരിച്ചറിയാ എന്തുകൊണ്ടാണ് ബി ഗോപകുമാർ അത് പറയുന്നത്. FCRA നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാൻ നമ്മുടെ സഭയില് ഈ FCRA നിയമം എന്ന് പറയുന്നത് തോന്നിയതുപോലെ വിദേശ ഫണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിനെ തടയുക എന്ന് തന്നെയാണ് ലക്ഷ്യം. വിദേശ ഫണ്ട് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കലാപങ്ങളിലേക്ക് വരെ വിദേശ ഫണ്ട് എത്തിയെന്ന് കേരള പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാ
അത്തരത്തിലുള്ള ഒരു വിഷയം, അത്തരത്തിൽ ഈ പറയുന്ന വിദേശ ഫണ്ട് അനധികൃതമായിട്ട് വരുന്നത് തടയുന്ന ഒരു നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത് അങ്ങേ അറ്റം ഊളത്തരമാണ്, നെറികേടാണ് എന്ന് കൃത്യമായിട്ട് ബി ഗോപകുമാർ പറയുകയും അതിനോടൊപ്പം തന്നെ സഭയിൽ എത്രത്തോളം നെറികേട് നടത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവായിട്ട് അന്താരാഷ്ട്ര തീവ്രവാദി മദനിക്ക് അനുകൂലമായിട്ടും ഇവിടെ പ്രമേയം പാസാക്കിയില്ലേ എന്നാണ് ബി ഗോപകുമാർ ചോദിച്ചത്. അത് വലിയൊരു യാഥാർത്ഥ്യമല്ലേ? അന്താരാഷ്ട്ര തീവ്രവാദി മദനിക്ക് വരെ അനുകൂലമായിട്ട് UDF-ഉം LDF-ഉം നമ്മുടെ സഭയിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അപ്പോ FCRA നിയമത്തിനെതിരെ ഇവരുടെ പ്രമേയം പാസാക്കലൊന്നും വലിയ സംഭവമൊന്നും അല്ല. അവരുടെ നെറികേടാണ്, അവരുടെ നെറികെട്ട പൊളിറ്റിക്സ് ആണ് എന്ന് സഭയിൽ ഔദ്യോഗികമായിട്ട് ബി ഗോപകുമാറെ കേരള ജനതയോടെ വിളിച്ചു പറഞ്ഞത്. ആ രേഖ, അന്താരാഷ്ട്ര തീവ്രവാദി എന്ന് പറയുന്ന ആ രേഖ മാറ്റാൻ ഇപ്പൊ UDF LDF ഒക്കെ കൂട്ടുനിന്ന് അവർക്കൊപ്പ നീക്കി എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്ന്, ജനൻ TVയിലാണ് വാർത്ത വന്നിട്ടുണ്ട്, രേഖയിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞ്. അപ്പൊ UDF-ഉം LDF ഒക്കെ ഇവിടെ തീവ്രവാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ മദനിയൊക്കെ അറസ്റ്റ് ചെയ്തതും ഇവരൊക്കെ തന്നെയല്ലേ, അല്ലാതെ BJP അല്ലല്ലോ. ഇതൊക്കെ മലയാളികൾ വിവേകത്തോടു കൂടി തന്നെ ചിന്തിക്കണോ? കൊല്ലത്ത് തെരുവിൽ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, വലിയ പ്രതിഷേധം BJP-യുടെ നേതൃത്വത്തിൽ. നമ്മൾ ഈ ബി ഗോപകുമാറിനെതിരെയുള്ള വധഭീഷണിയുമായി ബന്ധപ്പെട്ടും നമ്മൾ ഇതൊക്കെ കോർത്തിണക്കി വായിക്കേണ്ടത് തന്നെയാ, ഒരു തർക്കമില്ലാത്ത വിഷയ. ബി ഗോപകുമാർ സഭയിൽ കൃത്യമായിട്ട് UDF-ന്റെയും LDF-ന്റെയും അടിവേര് മാന്തിക്കൊണ്ട് അവരുടെ കാട്ടുകൊള്ളയെ വലിച്ചു കീറുകയും അന്താരാഷ്ട്ര തീവ്രവാദി മദനിയെ അടപടലം വലിച്ചു കയറി സഭയിൽ പ്രസംഗങ്ങളൊക്കെ നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയാ ബി ഗോപകുമാറിനെതിരെ വധഭീഷണി വരുന്നത്. അത് ചെറിയ കാര്യമായിട്ട് ആരും കാണണ്ട. നമ്മുടെ കേരളത്തിൽ തീവ്രവാദ അനുകൂല, സുഡാപ്പി അനുകൂല ആളുകൾക്ക് അധികകാലം സ്വൈര്യ ജീവിതം നടക്കൂല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ബി ഗോപകുമാറിനെതിരെയൊക്കെ വലിയ ഭീഷണിയുമായിട്ട് വരുന്നതാണോ എന്ന് കേരള പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ഇതൊക്കെ വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണോ? അന്താരാഷ്ട്ര തീവ്രവാദി മദനി എന്ന് പറഞ്ഞപ്പോഴേക്ക് എത്ര വലിയ രീതിയിൽ ഇവിടെ ഒരുപാട് ആളുകൾക്ക് കൊള്ളുന്നത്. ബി ഗോപകുമാരൊക്കെ ശക്തമായി ആഞ്ഞടിച്ച ഓരോ ദിനവും സഭയിലെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF-ന്റെയും LDF-ന്റെയും അവരുടെ സുഡാപ്പി അനുകൂല, മദനി അനുകൂല നിലപാടിനെതിരേക്ക് അടിയുറച്ച ശബ്ദം സഭയിൽ ഉയരുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പറയുന്ന UDF-ഓ LDF-ഓ ചാത്തന്നൂരിൽ നിന്നൊരു കരുത്തനായ MLA വിജയിച്ചു വന്ന് ഞങ്ങളുടെയൊക്കെ മണ്ടക്കടിക്കുമെന്ന് UDF-ഉം LDF-ഉം ഇന്നേ വരെ പ്രതീക്ഷിക്കാത്തതാ. അവര് ഏത് രീതിയിലാണ് ബി ഗോപകുമാറിനെതിരേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെ വലിയ ഗൗരവത്തിൽ തന്നെയാ വിവേകമുള്ള മലയാളികൾ നോക്കിക്കാണുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാ ബി ഗോപകുമാർ ശബ്ദം ഉയർത്തുന്നത്. അദ്ദേഹത്തിനെതിരെ ഭീഷണി വന്നു എന്നുള്ളത് കേരള പോലീസ് വലിയ ഗൗരവത്തിൽ അന്വേഷിക്കണം, കസ്റ്റഡിയിലെടുക്കണം, ആ ഭീഷണിപ്പെടുത്തിയവരെ തുറങ്കിലടിക്കണം. അത് തന്നെയാ കൊല്ലം ജില്ലയിൽ നിന്ന് ജനങ്ങൾ ഉയർത്തുന്ന ആവശ്യം എന്നുള്ളതോ കേരള പോലീസും കേരളം ഭരിക്കുന്നവരൊക്കെ തന്നെ കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ.